പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും ക്രിസ്തു യേശുവിൽ സ്നേഹവന്ദനം. ഇവിടെ കണ്ടോ നിങ്ങൾ ഒഴിഞ്ഞ കസേരകളൊക്കെ ഇരിക്കുന്നത്? അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ എൻ്റെ വീട്ടിലല്ല, പിന്നെ എവിടെ അറിയോ, ഞാൻ കൂടി വരുന്ന ഫെയ്ത്ത് ഹോമിലാണ് ഇപ്പം വന്നിരിക്കുന്നത്. അപ്പോൾ ഫെയ്ത്ത് ഹോമിൽ നിങ്ങൾ ചിന്തിക്കും ഇവിടെ ആരും ഇല്ലേ, ആൾക്കാരെ കാണുന്നില്ലല്ലോ, വിശ്വാസികളില്ല, പാസ്റ്ററില്ല, ആരുമില്ല. വിശ്വാസികളും ആരും ഇല്ലാത്ത സമയത്ത് ഞാൻ തിരഞ്ഞെടുത്താണ് ഈ ആലയത്തിൽ വന്നത്. കാരണം എന്താ വെച്ചാൽ ദൈവത്തിൻ്റെ വചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ യഹോവയുടെ ആലയത്തിലെ വാതിൽക്കാവൽക്കാരനായിരിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടം എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്. അതായത് ആലയത്തിൻ്റെ വാതിൽക്കാവൽക്കാരനായിരിക്കുന്നതാണ് സങ്കീർത്തനക്കാരൻ ഏറെ ഇഷ്ടമെന്ന്. അത് പറയാൻ കാരണം ഞാനിപ്പോൾ ആലയത്തിൽ വന്നപ്പോൾ ഇവിടെ ആരും ഇല്ലയെന്ന് എനിക്ക് അറിയുന്നതുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ വന്നതും. ഞാൻ എന്തിനറിയോ വന്നത്? എനിക്കറിയാം ഞാൻ കൂടി വരുന്ന ഫെയ്ത്ത് ഹോമിൽ ഓരോരുത്തരും ഇരിക്കുന്ന സീറ്റ്, അപ്പം ഇവിടെ കുഞ്ഞുങ്ങൾ ഇരിക്കുന്നത് എവിടെയാണെന്നും എല്ലാം എനിക്കറിയാം. അപ്പോൾ ഞാൻ എന്താ അറിയോ, എൻ്റെ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്ത് വിജയിച്ചൊരു കാര്യമാണ് നിങ്ങളെ ഷെയർ ചെയ്യുന്നത്. അവരെയൊക്കെ എന്ത് ചെയ്യണം, ആരും ഇല്ലാഞ്ഞ സമയത്ത് നമ്മൾ ആലയത്തിൻ്റെ അകത്ത് വന്നിട്ട് അവരിയ്ക്കുന്ന സീറ്റിൻ്റെ അവിടെ വന്നിട്ട് അവരെ അനുഗ്രഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ അമ്മച്ചിമാർ, അപ്പച്ചന്മാർ, നമ്മുടെ സഹോദരിമാർ, കുഞ്ഞുങ്ങൾ, അവരൊക്കെ ഇരിക്കുന്നിടത്ത് വന്ന് അവരെ നമ്മൾ എന്തെങ്കിലും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. എല്ലാവരുടെയും വിഷയത്തെ നമുക്കറിയാം, നമ്മുടെ ആലയത്തിനകത്തുള്ള ഓരോരുത്തരുടെ വിഷയം നമ്മൾ പ്രാർത്ഥിക്കണം, അവർക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കണം. പിന്നെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ആർക്ക് വേണ്ടി അറിയോ? നമ്മുടെ സഭയിലെ ദൈവദാസൻ, നമ്മുടെ ഫെയ്ത്ത് ഹോമിലെ ഇടയന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ മേലാണ്. നമ്മുടെ ദൈവദാസൻ ശുശ്രൂഷിക്കുമ്പോൾ ദൈവസാന്നിധ്യം വെളിപ്പെടണം. ദൈവദാസനെയും കുടുംബത്തെ അനുഗ്രഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. ആ പുൾപിറ്റിൽ കൈവച്ച് നമ്മൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം, ദൈവദാസനെ അനുഗ്രഹിക്കണേ. അങ്ങനെ നമ്മൾ നമ്മുടെ സഭയിലുള്ള ദൈവമക്കളെയും ദൈവദാസനെയും ഒക്കെ ഈ ആലയത്തിനകത്ത് വന്ന് നമ്മൾ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞ് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. നമ്മുടെ സഭ പുഷ്ടിപ്പെടും. ആലയത്തിൻ്റെ പുഷ്ടി ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് എന്താ അറിയോ? ദൈവത്തോട് പ്രാർത്ഥിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇരിക്കുന്ന ആ സീറ്റിൽ അവിടെ പോയിട്ട് നമ്മൾ പറയണം, കർത്താവേ, ദേശത്ത് ഇനിയും അനേക കുഞ്ഞുങ്ങളുണ്ട്, ഇടതും വലതും സത്യം തിരിച്ചറിയാത്ത അനേക കുഞ്ഞുങ്ങളുണ്ട്. ആ കുഞ്ഞുങ്ങളെയും നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിൽ കൊണ്ടുതരണം. നമ്മുടെ സൺഡേ സ്കൂളിൻ്റെ പ്രവർത്തനം വിശാലത വരുത്തണം. നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ദൈവം ചുറ്റുപാടുന്ന അനേക കുഞ്ഞുങ്ങൾ ആലയത്തിനകത്ത് കൊണ്ടുവരും. അതുപോലെ ഈ കസേര, ഇവിടെയെല്ലാം പുതിയ കുടുംബങ്ങൾ വരണം, പുതിയ വ്യക്തികൾ വരണം, അനേകർ യേശുവിനെ അറിയണം. ഒന്ന് വിശ്വാസത്തോടു കൂടി ആലയത്തിനകത്ത് വന്ന് ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് നോക്കിയേ, നമ്മുടെ ഫെയ്ത്ത് ഹോമിൻ്റെ സ്ഥിതി ദൈവം മാറ്റിത്തരും. ഇങ്ങനെയല്ലേ സഭ വളർന്നത്? ഇങ്ങനെയല്ലേ സഭ ദിനംപ്രതി വളർന്നുകൊണ്ടിരുന്നത്? നമ്മുടെ ഉത്തരവാദിത്തം, നമ്മുടെ ദൈവദാസൻ്റെ ഉത്തരവാദിത്തം മാത്രമല്ല, നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ്. കിട്ടുന്ന സമയമെല്ലാം ആലയത്തിനകത്ത് വന്ന് ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കണം. അങ്ങനെയെങ്കിൽ ദേശത്ത് വലിയൊരു ദൈവപ്രവൃത്തി നടക്കും. നമ്മൾ പാട്ട് പാടാറുണ്ടല്ലോ, ആദിമ നൂറ്റാണ്ടിലെ അനുഭവം പോലെ അതിശയം പ്രവർത്തിക്കണേ. ആദിമ നൂറ്റാണ്ടിലെ അനുഭവം ഇങ്ങനെയായിരുന്നു. അവരെല്ലാവരും ഒരുമിച്ച് വന്ന് കൂടിയിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നെങ്കിൽ നമുക്കെല്ലാവർക്കും വന്ന് ഐക്യതയോടെ വന്നിരുന്ന് പ്രാർത്ഥിക്കേണ്ട ഈ ആലയത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങണമെങ്കിൽ ആലയത്തിന് വേണ്ടി നമ്മൾ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കണം. ആലയത്തിൻ്റെ പുഷ്ടി കാണണം. അനേക കുടുംബങ്ങൾ, വ്യക്തികൾ ആലയത്തിലകത്തേക്ക് ഓടി വരണം പ്രാർത്ഥന ചോദിച്ചുകൊണ്ട്. ഇവിടെ ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ജനം തിരിച്ചറിയണം. സെബുലൂം ദേശത്തോടും നഫ്താലി ദേശത്തോടും ദൈവം ഇടപെട്ടതുപോലെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്ന പോലെ ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. അങ്ങനെയെങ്കിൽ ആലയത്തിൽ കടന്നു വന്ന് ദൈവസഭയ്ക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ ദൈവസഭയെ പണിയുന്നൊരു നാളുകൾ അടുത്തിരിക്കുന്നു. നമ്മുടെ സഭയെ ഓർത്ത് നമുക്ക് കരയാം, പ്രാർത്ഥിക്കാം. നമ്മുടെ ദൈവദാസന് വേണ്ടി പ്രാർത്ഥിക്കാം, ചുറ്റുപാടിന് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.